ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള PSCയുടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിമിനറി എക്സാമിനേഷന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം മെയിൻ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്, ഇതിൽ നിന്ന് 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എലമെൻ്ററി ബുക്ക് കീപ്പിംഗ്, ഈ ടോപ്പിക്കിൽ നിന്നും 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത് കൂടാതെ അരിത്തമെറ്റിക് മെൻസുറേഷൻ, എലമെൻ്ററി ബട്ട് പ്രാക്ടിക്കൽ, ഈ ടോപ്പിക്സിൽ നിന്നും 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. ജനറൽ നോളജ്, ഇത് മാത്രം 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ പഠിക്കാനുള്ളത് ഹിസ്റ്ററിയിൽ കേരള, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്, നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇനി ഇന്ത്യ എന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ടുന്നത് മിഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെൻറ്റ്, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, India's independent, post-independent period, state reorganization, development in science, education and technology, foreign policy, political history after 1951. വേൾഡ്, ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടുന്നത് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO and other international organizations. ജിയോഗ്രഫി, ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടുന്നത് ബേസിക്സ് ഓഫ് ജിയോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ്, മാപ്സ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിംഗ്, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷൻ and its various movements, continents, world, nations and its specific features. ജിയോഗ്രഫിയിൽ തന്നെ ഇന്ത്യയെക്കുറിച്ച് പഠിക്കേണ്ടുന്നത് ഫിസിയോഗ്രാഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റോ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, transport system, road, water, railways, air. Kerala physiography, districts and its features, rivers, climate, natural vegetations, wildlife, agriculture and research center, minerals and industries, energy sources, transport system, road, water, railways and air. Economics, ഈ ടോപ്പിക്സിൽ പഠിക്കേണ്ടുന്നത് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, factors of production, economic sectors of production, Indian economic planning, 5-year plans, Niti Aayog, types and functions of economic institutions, Reserve Bank and functions, public revenue, tax and non-tax revenue, public expenditure, budget, fiscal policy, consumer protection and rights. Civics, ഇതിൽ പഠിക്കേണ്ടുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി, features and function, Indian civil service, state civil service, e-governance, information commission and right to information act, Lokpal and Lokayukta, government, executive, judiciary, legislature, election, political parties, human rights, human right organizations, act and rules regarding consumer protection, watershed management, labor and employment, national rural employment policies, land reforms, protection of women, children and old age people, social welfare,
social security, socio-economic, statistical data. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, പഞ്ചായത്ത് രാജ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് their functions, എമർജൻസി, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇനി ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ഇതിൽ പഠിക്കേണ്ടുന്ന ടോപ്പിക്സ് ആർട്സിൽ ഇമ്പോർട്ടൻറ്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോംസ് ഓഫ് കേരള, ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പേഴ്സണാലിറ്റീസ്, ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് റിലേറ്റഡ് ടു origin, development, extension and practice of these art forms. സ്പോർട്സിൽ പഠിക്കേണ്ടുന്നത് ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഓഫ് കേരള, ഇന്ത്യ ആൻഡ് വേൾഡ്, their സ്പോർട്സ് ഇവൻറ്റ്, achievement and awards. Important awards, corresponding fields, winners, famous trophies, related events and sports items, number of players in important sports items, important teams associated with various sports and games, Olympics, basic facts, venue or countries, famous performance and personalities, India in Olympics, Winter Olympics and Para-Olympics. Then Asian Games, Afro-Asian Games, Commonwealth Games, SAF Games, venue, countries, performance of India, other facts. National Games, games, events, players and achievements, national sports or games, events of various countries. ഇത്രയും പഠിച്ചിരിക്കണം. ലിറ്ററേച്ചർ പഠിക്കേണ്ടുന്നത് മലയാളം, ഇമ്പോർട്ടൻറ്റ് ലിറ്റററി മൂവ്മെൻറ്റ്സ്, icons and their first works, main work of literature related to each movement and their authors, writers, pen name and nickname, famous works and characters, famous quotes, books and authors, beginning of journalism in Kerala, pioneers, journals and publications, famous awards or honors, writers and their works, Malayalam writers who won the Jnanapith Award and related facts, Malayalam cinema, origin, development, milestones, pioneers, national awards. Culture. ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടുന്നത് കേരള, ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻസ്, places associated with such celebrations, important festivals, Kerala cultural centers, worship places, cultural leaders and their contributions. Basics of computer. ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടുന്നത് ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസ്, നെയിം ആൻഡ് യൂസസ്, ഔട്ട്പുട്ട് ഡിവൈസ്, നെയിം ആൻഡ് യൂസസ് ഓർ ഫീച്ചേഴ്സ്, മെമ്മറി ഡിവൈസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ്. സോഫ്റ്റ്വെയറിൽ പഠിക്കേണ്ടുന്നത് ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫംഗ്ഷൻ ആൻഡ് എക്സാമ്പിൾസ്. പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, വേർഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ് പാക്കേജസ്, പ്രസൻറ്റേഷൻ, image editors, its uses, features and fundamental concept of each. Basics of programming, type of instructions such as input, output, store, control, transfer. Next, computer networks. ഇതിൽ പഠിക്കേണ്ടുന്നത് type of networks, അതായത് LAN, WAN, MAN, ഇതിൻ്റെ features and application area, network devices, media, switch, hub, router, bridge, gateway, uses of each. Internet എന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ടുന്നത് സർവീസസ്, www, ഇമെയിൽ, സെർച്ച് എഞ്ചിൻസ്, എക്സാമ്പിൾസ് ആൻഡ് പർപ്പസസ്, സോഷ്യൽ മീഡിയ, എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ്, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML, ബേസിക്സ് only. സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. ഇതിൽ പഠിക്കേണ്ടുന്നത് ടൈപ്പ് ഓഫ് ക്രൈംസ്, അവയർനെസ് ലെവൽ, IT ആക്ട് ആൻഡ് അതർ ലോസ്, അവയർനെസ് ലെവൽ. അപ്പോൾ കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ഇവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇതെടുത്ത് പഠിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് സയൻസ് ആൻഡ് ടെക്നോളജി. ഇതിൽ പഠിക്കേണ്ടുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് S&T, നാഷണൽ പോളിസി ഓഫ് S&T and innovations, basics of everyday science, human body, public health and community medicine, food and nutrition,
healthcare, institutes and organizations in India promoting integration of S&T and other innovation, their activities and contribution of prominent Indian scientists. Then technology in space and defense, evolution of Indian space program ISRO, its activities and achievements, various satellite programs, DRDO, vision, mission and activities. Energy requirement and efficiency, India's existing energy needs and deficit, India's energy resources and dependence, renewable and non-renewable energy resources, energy policy of India, government policies and programs, energy security and nuclear policy of India. Environmental സയൻസിൽ പഠിക്കാനുള്ളത് issues and concern related to environment, its legal aspects, policies and treaties for the protection of environment at the national and international level, environment protection for sustainable development, biodiversity, its importance and concerns, climate change, international initiatives, policies, protocols and India's commitment, Western Ghats, features, characteristics and issues. Forest and wildlife, legal framework for forest and wildlife conservation in India, environmental hazards, pollution, carbon emission, global warming, development in biotechnology, green technology and nanotechnology. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് 15 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ പഠിക്കേണ്ടുന്നത് നൗൺ, ടെൻസ്, വെർബ്, അതേഴ്സ്. നൗണിൽ പഠിക്കേണ്ടുന്നത് സിംഗുലർ ഓർ പ്ലൂറൽ നൗൺസ്, കൗണ്ട് ഓർ അൺകൗണ്ട് നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺ, പൊസസീവ് പ്രോനൗൺ, സ്പെല്ലിംഗ് എക്സെട്രയാണ്. ടെൻസിൽ പഠിക്കേണ്ടുന്നത് പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് പെർഫെക്റ്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഇറഗുലർ വെർബ്സ്. Verbal, phrasal verbs, auxiliary modals, adverbs, active or passive verbs, reported speech. Othersil, pronouns, adjectives, prepositions, idiom and phrases, jumbled sentence. ഇനി നെക്സ്റ്റ് എലമെൻ്ററി ബുക്ക് കീപ്പിംഗ്. ഈ ടോപ്പിക്സിൽ നിന്നും 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ പഠിക്കേണ്ടുന്നത് മോഡ്യൂൾ 1-ൽ ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ്, meaning and definition, need, importance, advantage, bookkeeping and accountancy, limitation of accounting, system of accounting, basic terms of accounting, journal and subsidiary books, posting in ledger, balancing of accounts, preparation of trial balance, rectification of errors. Module 2-ൽ പഠിക്കേണ്ടുന്നത് trading and profit, loss accounts and balance sheet. Trading account, meaning and definition, purpose, profit and loss account, meaning and definition, purpose, difference between trading account and profit and loss account, balance sheet, adjusting entries, opening entries, closing entries. Module 3-ൽ പഠിക്കേണ്ടുന്നത് depreciation, sinking fund, funds, secret reserve. ഇതിൽ depreciation, meaning and definition, causes, method of depreciation, reserves, meaning, general reserve and specific reserve, reserve fund versus sinking fund, secret reserve, advantage and disadvantage. Module 4-ൽ പഠിക്കേണ്ടുന്നത് bill of exchange, promissory notes, checks. ഇതിൽ meaning, definition, kinds of bill, parties to a bill, maturity of bill, times of acceptance, negotiation of bill, endorsement, kind of endorsement, dishonor of bill, noting, promissory note, meaning, definition, parties, check, meaning and definition, parties, kinds of check, crossing of check, types of crossing. Module 5, portions related to wage account. Wage account, important terms, freight, primage, passage money, address commission, port charges, bunker cost, stay and drink charges, voyage in progress, incomplete, voyage. Module 6,
പഠിക്കാനുള്ളത് സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ, ഒബ്ജക്ട്സ് ഓഫ് സെൽഫ് ബാലൻസിങ് ലെഡ്ജേഴ്സ്, വർക്കിംഗ് ഓഫ് ദ സിസ്റ്റം, കൺട്രോൾ അക്കൗണ്ട്സ്. മൊഡ്യൂൾ 7 Capital and revenue, revenue accounts, receipts and payment accounts, income and expenditure account. ഇതിൽ capital receipt, revenue receipt, capital expenditure, revenue expenditure, deferred revenue expenditure, receipt and payment account, income and expenditure account, differentiate between income and expenditure account and receipt and payment account. Module 8 Manufacturing and Working Accounts and Cost Book Mining Company. Manufacturing account, meaning and definition, prime cost, cost of production, working account, meaning, preparation, cost, book mining company, its preparation. Module 9 പഠിക്കേണ്ടുന്നത് cost accounts. ഇതിൽ classes of cost accounts, objects of cost accounts, labor in costing system, method of payment of wages, materials in costing system, overhead, allocation, apportionment and reapportionment of overhead, reconciliation with final account, job costing, process costing, batch costing, contract costing. Module 10 Double Account System. ഇതിൽ double account system, meaning and definition, features of double account system, difference between single account system and double account system, final accounts of double account system, clear profit, reasonable return, disposal of surplus, advantage and disadvantage of double account system. ഇത്രയും കാര്യങ്ങളാണ് എലിമെൻ്ററി ബുക്ക് കീപ്പിങ്ങിൽ പഠിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് അരിത്മെറ്റിക് ആൻഡ് മെൻസുറേഷൻ ആണ്. ഇതിൽ നിന്നും 40 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിൽ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്പർ സിസ്റ്റം. ഇതിൽ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്, സൈക്ലിസിറ്റി, divisibility, remainders, prime and composite numbers, real numbers, rational numbers, irrationality and decimal representation, division algorithm, fundamental theorem of arithmetic. Polynomials. ഇതിൽ പഠിക്കേണ്ടുന്നത് ഡിഗ്രി, ക്ലാസിഫിക്കേഷൻസ്, റിമൈൻഡർ തിയറം, ഫാക്ടർ തിയറം, division algorithm of polynomials, zeros and coefficients of polynomial. Next, quadratic equations, roots, method for finding roots, factorization, completing squares, quadratic formulas, nature of roots, relation between roots and coefficients, system of linear equations in 2 variables, methods, graphical, substitution, elimination, cross multiplication, conditions for solvability. Next, square and square roots, cubes and cube roots, methods for finding square roots and cube roots. Next, arithmetic progression, basic concepts, general terms, sum of arithmetic progression, profit, loss and discount, problems related to profit, loss and discount, ratio and proportions, problems related to ratio and proportions, percentage, important concepts, successive changes in percentage, simple and compound interest, problem related to simple and compound interest. Statisticsൽ പഠിക്കേണ്ടുന്നത് definition, frequency distribution, cumulative frequency distribution, graphical representation, bar graph, histogram and frequency polygon, arithmetic mean. Mathematics in commerceൽ പഠിക്കേണ്ടുന്നത് shares, trading in shares, dividends, debentures, banking, accounts, saving, current, recurring, fixed, sales, tax and value added tax. Circles ഇതിൽ പഠിക്കേണ്ടുന്നത് secant and tangent, area of segment, angles in alternate segments, cyclic quadrilaterals, area of sector, application of area related to circle, circumference. Triangles and quadrilateral ഇതിൽ പഠിക്കേണ്ടുന്നത് types of triangles and quadrilaterals, properties, midpoint theorem, area, perimeter, Pythagoras theorem, angles. Solids പഠിക്കാനുള്ളത് surface area and volume of solids, similar and congruence triangles. ഇതിൽ problems related to
സിമിലാരിറ്റി ആൻഡ് കോൺഗ്രുവൻസ്, ട്രിഗ്നോമെട്രി, angle of elevation and depression, problem on height and distance, trigonometric ratios, trigonometric identities, coordinate geometry, ഇതിൽ distance between 2 points, internal and external division, centroid, in center, straight lines, various forms. നെക്സ്റ്റ് ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് വർക്ക്. ഇതിൽ പഠിക്കാനുള്ളത് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് വർക്ക്. ലാസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സെറ്റ്സ്, ടൈപ്പ് ഓഫ് സെറ്റ്സ്, വെൻ ഡയഗ്രം, ഓപ്പറേഷൻ ഓൺ സെറ്റ്. ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.